സെൻസ് എന്നൊരു കവിത. ആഹാ ഓഹോ ഹേ ഹേ ഹൊയ് എന്ന രീതിയിൽ തടിച്ച് ഉരുണ്ട ഒരു 13 വയസ്സൻ പയ്യൻ തനിക്ക് വയ്യ വയ്യ എന്ന അവസ്ഥ മനസ്സിലും അവൻ്റെ ഒബേസിറ്റി തടിയൻ ഉടലും താങ്ങി ഒരു കുട്ടി ആന പോലെ എന്നുടെ സ്വകാര്യ ക്ലിനിക്കിൻ പ്രധാന ഗേറ്റ് അടയ്ക്കാൻ നടന്ന കാഴ്ച, എടേ ഗേറ്റ് അടച്ചേരെ എന്ന എൻ്റെ ആവശ്യം അവന് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ കണ്ടത്. ആഹാ ഓഹോ ഹേ ഹേ ഹൊയ് എന്ന രീതിയിൽ തടിച്ച് ഉരുണ്ട ഒരു 13 വയസ്സൻ പയ്യൻ തനിക്ക് വയ്യ വയ്യ എന്ന അവസ്ഥ മനസ്സിലും അവൻ്റെ ഒബേസിറ്റി തടിയൻ ഉടലും താങ്ങി ഒരു കുട്ടിയാന പോലെ എന്നുടെ സ്വകാര്യ ക്ലിനിക്കിൻ പ്രധാന ഗേറ്റ് അടയ്ക്കാൻ നടന്ന കാഴ്ച, എടേ ഗേറ്റ് അടച്ചേരെ എന്ന എൻ്റെ ആവശ്യം അവന് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ കണ്ടത്. മറ്റൊരു 19 വയസ്സൻ ഡിഗ്രിക്ക് പഠിക്കും പയ്യൻ ഇവന് ഹിന്ദി പരീക്ഷ പാടായിരുന്നു എന്ന്. കാരണം ഹരിശ്ചന്ദ്ര മഹാരാജാവ് എന്ന പേര് തന്നെ ഓർത്തെടുക്കാൻ ഇവൻ്റെ പോക്കറ്റിൽ തിരികെ വലിയ മൊബൈൽ ഫോണിൻ സഹായം വേണം. എടേ ഇന്നേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ. മറ്റൊരു 19 വയസ്സൻ ഡിഗ്രിക്ക് പഠിക്കും പയ്യൻ ഇവന് ഹിന്ദി പരീക്ഷ പാടായിരുന്നു എന്ന്. കാരണം ഹരിശ്ചന്ദ്ര മഹാരാജാവ് എന്ന പേര് തന്നെ ഓർത്തെടുക്കാൻ ഇവൻ്റെ പോക്കറ്റിൽ തിരികെ വലിയ മൊബൈൽ ഫോണിൻ സഹായം വേണം. എടേ ഇന്നേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ. ആഹാ ഓഹോ എന്ന 20 വയസ്സൻ മറ്റൊരു കോളേജ് വിദ്യാർത്ഥി എൻ്റെ ക്ലിനിക്കിലെ ടോയ്ലറ്റ് റൂം പൂട്ട് തുറക്കാൻ എൻ്റെ സഹായം വേണ്ടി വന്നു. ലോക്ക് ആൻഡ് കീയിലെ നമ്പർ നോക്കി സ്വന്തം ബുദ്ധി ഉപയോഗം അറിയില്ല ഇന്നേ മൊബൈൽ സന്തതികൾക്ക്. ആഹാ ഓഹോ എന്ന 20 വയസ്സൻ മറ്റൊരു കോളേജ് വിദ്യാർത്ഥി എൻ്റെ ക്ലിനിക്കിലെ ടോയ്ലറ്റ് റൂം പൂട്ട് തുറക്കാൻ എൻ്റെ സഹായം വേണ്ടി വന്നു. ലോക്ക് ആൻഡ് കീയിലെ നമ്പർ നോക്കി സ്വന്തം ബുദ്ധി ഉപയോഗം അറിയില്ല ഇന്നേ മൊബൈൽ സന്തതികൾക്ക്. ആഹാ ഓഹോ ഹീ ഹീ തന്നെ തലയ്ക്കുള്ളിൽ ഇന്നേ മൊബൈൽ മണ്ടയിൽ കോമൺ സെൻസ് പോലും ഇല്ലാതെ. ആഹാ ഓഹോ ഹീ ഹീ തന്നെ തലയ്ക്കുള്ളിൽ ഇന്നേ മൊബൈൽ മണ്ടയിൽ കോമൺ സെൻസ് പോലും ഇല്ലാതെ.